നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ ഒരു AMT അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഗിയർ ലിവർ ഒന്ന് തട്ടിപ്പോയി, അതായത് ഡ്രൈവിൽ നിന്നും ന്യൂട്രലിലോട്ട് മാറിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ആരോൺ പ്രസാദ് 9589 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഗുഡ് ഇൻഫർമേഷൻ ബ്രോ. അതിൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റാണ്. AMT ഓർ ഏജസ് വാഹനത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് അറിയാതെ ഗിയർ തട്ടി ഗിയർ ന്യൂട്രൽ പൊസിഷനിലായി. അതേ സമയം നമ്മളത് മാറ്റി ഡ്രൈവ് മോഡിലാക്കി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? ഒരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല. അതായത് ഗിയർ ചേഞ്ച് ആകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞല്ലേ, ഗിയർ ലിവർ ചേഞ്ച് ആകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ഡ്രൈവ് മോഡിൽ നിന്ന് വേണമെങ്കിൽ ന്യൂട്രലിലോട്ടാകാം. അതറിയാതെ കൈ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വീഴും. പക്ഷേ ഒരു കാരണവശാലും അതിൻ്റെ ഒരു രീതിക്കും ആക്ട് നമ്മുടെ AMT യൂണിറ്റിലോ അല്ലെങ്കിൽ ആ ക്ലച്ചിലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇൻ കേസ് നമ്മൾ ബ്രേക്ക് ചവിട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ന്യൂട്രൽ പൊസിഷനിലോട്ട് വീഴും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടിയല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന, ആക്സിലറേറ്റർ കൊടുത്തായിരിക്കും, പിന്നെ ബ്രേക്കിങ്ങിൻ്റെ സമയത്തായിരിക്കും ബ്രേക്കിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ നമ്മൾ അറിയാതെ ഡിയിൽ നിന്ന് ന്യൂട്രലിലോട്ട് പോകുന്നെങ്കിൽ ന്യൂട്രൽ വീഴും. പക്ഷേ ഒരു കാരണവശാലും റിവേഴ്സ് വീഴുമെന്ന് പേടിക്കേണ്ട. കാരണം ന്യൂട്രൽ വീണാലും കുഴപ്പമില്ല, ന്യൂട്രലിൽ നിന്ന് റിവേഴ്സിലോട്ട് ഒരു കാരണവശാലും പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇൻ കേസ് അറിയാതെ നമ്മളിപ്പം ന്യൂട്രലിലോട്ട് വീണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ബ്രേക്ക് ചവിട്ടി ഡി മോഡിലോട്ട് ഇടാം. പക്ഷേ ഡി മോഡിലോട്ട് ഇട്ടെന്ന് പറഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ക്ലച്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആക്ടിങ് നടക്കുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള എൻഗേജിങ്ങും ഡിസെൻഗേജിങ്ങും തന്നെയായിരിക്കും നടക്കുന്നത്. അല്ലാതെ പറയത്തക്ക വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഏജസ് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ AMT വാഹനം ഉപയോഗിക്കുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും നമ്മൾ അറിയാതെ കൈ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട.